അമ്പലപ്പുഴ കരൂർ സ്വദേശിയായ ഷിബിനെ പ്രസവത്തിനായി മാർച്ച് 21-ാം തീയതിയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 26-ാം തീയതി പെൺകുഞ്ഞ് ജനിച്ചു. പിന്നാലെ ഷിബിനെ ഡിസ്ചാർജ് ചെയ്തെങ്കിലും കുഞ്ഞിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ ആശുപത്രിയിൽ തുടർന്നു. ഡിസ്ചാർജ് ചെയ്യുന്ന ഘട്ടത്തിൽ അവശതകളെപ്പറ്റി ഡോക്ടർമാരോട് പറഞ്ഞെങ്കിലും മുഖവിലക്കെടുത്തില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് ഷിബിനെ ഈ മാസം ആദ്യം വീണ്ടും അഡ്മിറ്റ് ചെയ്തു. ഡയാലിസിസിനുൾപ്പെടെ വിധേയയാക്കി. ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയോടെ മരിച്ചു. ആശുപത്രി ജീവനക്കാരുടെ അശ്രദ്ധ മൂലമുണ്ടായ അണുബാധയാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ. ഈ 21 മുതൽ 26-ാം തീയതി വരെ രാത്രി 11 മണി വരെ ഒരു കുഴപ്പമില്ലായിരുന്ന വ്യക്തി ഈ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഉണ്ടാവണമെങ്കിൽ ഹോസ്പിറ്റലുകാരുടെ അനാസ്ഥയാന്ന് തന്നെ പറയണം. ചികിത്സാ പിഴവില്ലെന്നാണ് ആശുപത്രിയുടെ വാദം. പ്രഥമദൃഷ്ട്യാ അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല. കാരണം മെഡിക്കൽ ബോർഡ് 2 പ്രാവശ്യം കൂടിയിരുന്നു. ഈ പറഞ്ഞ ദിവസങ്ങളിലെല്ലാം പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിലും ICUലും തന്നെ ആയിരുന്നുണ്ടായിരുന്നത്. അൻസാർ ഷിബിന ദമ്പതികൾക്ക് 5 വയസ്സുള്ള ഒരു മകൾ കൂടിയുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിലും കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിയിലും ചികിത്സാ പിഴവ് ആവർത്തിക്കപ്പെടുന്നത് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.